ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സാമ്പാർ പരിപ്പും പച്ചക്കറികളൊന്നുമില്ലാതെ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു സാമ്പാർ ദോശയ്ക്കും ഇഡ്ഡലിക്കൊപ്പം മാത്രമല്ല, ചോറിനൊപ്പവും അതുപോലെ മറ്റ് പലഹാരങ്ങളുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇറച്ചിയും മീനും പച്ചക്കറിയും ഇല്ലാത്ത ദിവസങ്ങളിൽ വീട്ടമ്മമാരെ നമ്മൾക്കെല്ലാവരും ടെൻഷനാണ് ഇന്ന് എന്ത് കറി വയ്ക്കും എന്നുള്ളത്. അപ്പോൾ പച്ചക്കറിയും കൂടെ ഇല്ലെങ്കിൽ ആകെ ടെൻഷനായി പോകും. അങ്ങനെയുള്ള അവസരങ്ങൾ ഇതുപോലൊരു സാമ്പാർ വയ്ക്കുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിവിടെ പയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി സാമ്പാർ പരിപ്പ് ചേർക്കണം എന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കും. ഏകദേശം ഒരു 1/4 കപ്പ് പയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ 2 വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ചെറിയൊരു ചൂടുവെള്ളത്തിൽ കൂടെ കഴുകുകയാണെങ്കിൽ അതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതാണ്. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് മുളക് പൊടി ഒരല്പം മാത്രം മതിയാകും, പകരം പച്ചമുളകാണ് ചേർക്കുന്നത്. ഈ പയർ പരിപ്പിനെ ഒന്ന് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം. എനിക്കിവിടെ 2 വിസിൽ ആകുമ്പോഴത്തേക്ക് പയർ പരിപ്പ് വെന്ത് കിട്ടും. ഓരോരുത്തരുടെ കുക്കറിൻ്റെ അതനുസരിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. മറ്റൊരു കുക്കറിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുക്കർ എടുത്തിട്ടുള്ളത്. വേറെ പാനോ ചീനിച്ചട്ടിയോ എന്ത് വേണോ എടുക്കാവുന്നതാണ്. ഇതാ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 10-15 അല്ലി ചെറിയ ഉള്ളി അതിനെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിലോട്ട് പച്ചക്കറികളൊന്നും ചേർക്കാത്തത് കൊണ്ട് ചെറിയ ഉള്ളി നിർബന്ധമായിട്ടും വേണം. ഈ ചെറിയ ഉള്ളി ഒരു 2 മിനിറ്റോളം ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളൊന്നും ചേർക്കാത്ത ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി വീട്ടമ്മമാരായ നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഒത്തിരി ഉപയോഗപ്പെടും. നമ്മൾ പച്ചക്കറിയൊക്കെ ചേർത്ത് വയ്ക്കുന്ന സാമ്പാറിനൊപ്പം ഈ ഒരു സാമ്പാർ നിൽക്കുന്നതാണ്. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇവിടെ ചെറിയ ഉള്ളി ഏകദേശം 2 മിനിറ്റോളം ഞാൻ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രമേ തക്കാളി ചേർത്ത് കൊടുക്കാവൂ. തക്കാളി നേരത്തെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വഴറ്റി കിട്ടാൻ കുറച്ച് പാടായിരിക്കും. കാരണം ഈ തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വഴറ്റിയെടുക്കാൻ പാടായിരിക്കും. നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലേ അത് നമുക്കൊരു പാട് പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കർ വെച്ചതെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അടച്ചു വയ്ക്കാറുണ്ട്. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിലോട്ട് വയ്ക്കുക. അടച്ചു വയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിലോട്ടാക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഞാൻ ഇതിലോട്ട് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കുന്നില്ല, കാരണം ഇത് വഴറ്റിയെടുക്കാൻ ആവശ്യമായ എണ്ണ ഇതിൽ തന്നെ ഉണ്ട്. ചെറിയ ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. അതുപോലെ വിസിൽ കേൾക്കണമെന്നില്ല. വിസിൽ കേൾക്കുന്നതിനും കുറച്ച് മുമ്പങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. വിസിൽ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആവി പുറത്തേക്ക് ഞാൻ കളയുന്നുണ്ട്. നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ ചീനച്ചട്ടിയിൽ വഴറ്റാറില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സും. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുക്കറിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടൊരു 3 പച്ചമുളകും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള ഒരു അളവാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പച്ചമുളകും തക്കാളിയും ഉള്ളിയും എല്ലാം ഒന്നും കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ വഴറ്റിയതുപോലെ ഞാൻ കുക്കർ അടച്ച് വെച്ച് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ തക്കാളി ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കുക, കാരണം ഈ തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ലതുപോലെ വഴറ്റി കിട്ടുന്നതാണ്. നമ്മൾ കുക്കറിൽ ഇതുപോലെ വഴറ്റുകയാണെങ്കിൽ കിച്ചണിൽ വേറെ ജോലി ചെയ്യാനുള്ള ടൈമൊക്കെ കിട്ടുന്നതാണ്. അതായത് ഇവിടെ നാരങ്ങ വലിപ്പത്തിൽ അത്രയും വാളംപുളി എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഈ വാളംപുളി നന്നായിട്ട് പെട്ടെന്ന് പിഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ചൂടുവെള്ളം എടുത്തിട്ട് ഉപ്പും ചേർത്ത് ഒരു 2 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ അതിൻ്റെ ചാറൊക്കെ പിഴിഞ്ഞ് കിട്ടുന്നതാണ്. നമ്മുടെ ചെറിയുള്ളിയും സവാളയും വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തുകൊണ്ട് പുളിയിലോട്ട് ഉപ്പ് ചേർക്കാതെയാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ കിട്ടാലും കുഴപ്പമൊന്നുമില്ല, കാരണം അടിക്ക് പിടിക്കുകയൊന്നുമില്ല. അത്യാവശ്യം തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ലതുപോലെ വഴറ്റി കിട്ടുന്നതാണ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോയും ഈ കുഞ്ഞു ടിപ്സും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കളറിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളുടെ പച്ച മണമൊക്കെ മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ജീരകവും ഉലുവപ്പൊടിയും കായപ്പൊടിയും ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരുന്നതാണ്. ഞാൻ ഇതിലോട്ട് ആച്ചി സാമ്പാർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആച്ചി സാമ്പാർ പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചേർക്കുന്ന സാധാരണ സാമ്പാറിൻ്റെ പൊടി ചേർത്താൽ മതി. ഇതിലോട്ട് 1 ടീസ്പൂൺ ആച്ചി സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നതാണ്. നമ്മൾ സാധാ സാമ്പാറിന് എത്ര പൊടി ചേർക്കുന്നതോ അതിൻ്റെ 1/3 മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് പച്ചക്കറികളൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് കുറച്ച് പൊടി മാത്രം ചേർക്കുന്നത്.
ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് മാർക്കറ്റിൽ നിന്നും പല കമ്പനിയുടെയും സാമ്പാർ പൊടി വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ലത് ആച്ചി സാമ്പാർ പൊടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു കളറൊക്കെ വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെച്ചത് എന്തായെന്ന് നോക്കാം. ഇതാ ഇവിടെ പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വഴറ്റി വെച്ചിരിക്കുന്നതിലോട്ട് നമുക്ക് പരിപ്പെടുത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പരിപ്പ് വേവിച്ച കുക്കർ വലുതും വഴറ്റി കുക്കർ ചെറുതും ആയതുകൊണ്ട് ഞാൻ തിരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. വഴറ്റി വെച്ചിരിക്കുന്നതിലോട്ട് പരിപ്പ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ എണ്ണയും പൊടികളും ഒന്നും നഷ്ടപ്പെടാതിരിക്കും. ഞാൻ സൗകര്യത്തിന് ഇങ്ങനെ ചെയ്തു തന്നേ ഉള്ളൂ. ഈ പരിപ്പും ചെറിയ ഉള്ളിയും സവാളയും തക്കാളിയും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. നേരത്തെ വെള്ളത്തിൽ കുതിരാൻ വെച്ച വാളം പുളി ഇതാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ ഇതാ വഴറ്റിയ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യമേ ഉള്ളിയൊക്കെ ചേർത്തപ്പം ചേർത്തിട്ടുണ്ടായിരുന്നു, അത് കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഏകദേശം ഇതൊരു 10 മിനിറ്റോളം ഇരുന്ന് ഒന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പരിപ്പ് വേവിക്കാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പരിപ്പ് വെന്തപ്പോൾ വറ്റി. അപ്പോൾ കട്ടിയായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ സാമ്പാറിന് കായത്തിൻ്റെയും ഉലുവയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പൊടിക്കൈയും കൂടെ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ സാമ്പാർ ഇവിടെ നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് താളിച്ചൊഴിക്കുന്നതാണ് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ടിപ്പ്. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുക് പൊട്ടിയതിന് ശേഷം 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ വെളുത്തുള്ളി ചേർക്കാൻ വിട്ടുപോയതാണ്. നിങ്ങൾ മറക്കാതെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അത് നല്ലതുപോലെ മൂത്തതിന് ശേഷം മാത്രം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളകൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. നമ്മളിങ്ങനെ താളിച്ച് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അത് ഓപ്ഷനിലാണ്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ താളിച്ചതെല്ലാം സാമ്പാറിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ താളിക്കുന്നത് എടുത്തൊഴിക്കുന്ന വീഡിയോ ഒക്കെ ക്യാമറ ഓണാക്കിയതാണ്, പക്ഷേ എന്തുകൊണ്ടോ അത് കിട്ടിയിട്ടില്ല വീഡിയോ. ഇത്രയേ ഉള്ളൂ സാമ്പാർ വയ്ക്കുന്നത്. അപ്പോൾ സാമ്പാർ ഞാൻ സെർവ് ചെയ്യുന്ന ടൈമിൽ എടുത്തൊരു വീഡിയോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി എന്തോ കാരണത്താൽ അത് മിസ്സായിപ്പോയി. അപ്പോൾ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന പച്ചക്കറികളൊന്നും ഇല്ലാത്ത ഈ ഒരു സാമ്പാർ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.